നമസ്കാരം, ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ജ്യോതിഷപരമായ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ജ്യോതിഷപരമായ ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സമയപരിമിതി മൂലമാണ് നമ്മൾ പല വീഡിയോകളും ചെയ്യാതിരിക്കുന്നത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന പല പല സംശയങ്ങൾ, പല കാര്യങ്ങളുമൊക്കെ നമ്മൾ വീഡിയോ ആയി ഇടണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പലപ്പോഴും അത് സാധിക്കാത്തത് ജോലിത്തിരക്കുകൾ, കർമ്മമേഖലയിൽ നിന്നുകൊണ്ട് ജോലിത്തിരക്കുകൾ കൊണ്ടുമൊക്കെ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ കൂടുതലും നമ്മൾ ഇടുന്ന വീഡിയോകൾ കണ്ടിന്യൂഷൻ ഇടാറുണ്ട്, ഇടാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പുതിയ പുതിയ വീഡിയോകൾ ഇടാറുണ്ട്. കുറേയധികം ആൾക്കാർ ചോദിക്കുന്ന സംശയങ്ങൾ കൂടുതലും ഞാൻ ഇടുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയ കർമ്മങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ, ജ്യോതിഷത്തിലെ കാണാമറയത്തിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് ചൂഷണങ്ങൾ, തട്ടിപ്പുകളൊക്കെ മറ നീക്കി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പണം കളയുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതുമായ ഒരു മേഖലയാണ് മാന്ത്രികം, ജ്യോതിഷം എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പണം പോകുന്ന വശ്യ കർമ്മങ്ങൾക്ക് തന്നെയാണെന്ന് വിചാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടേക്കുന്നത് വശ്യത്തെ പറ്റി തന്നെയാണ്. ഒരുപാട് പണങ്ങൾ ആൾക്കാർക്ക് പോകുന്നുണ്ട്. അത് ഇന്നലെ തന്നെ ഒരാൾ വിളിച്ച് പണം പോയ കാര്യം പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു മാന്ത്രികൻ. പിന്നെ വിഷ്ണുമായ സ്വാമിയുടെ പേരിൽ പറഞ്ഞ് ചെയ്യുന്ന മാന്ത്രികന്മാർ. ഇതൊക്കെ നിങ്ങളെപ്പോഴും കാര്യസാധ്യത്തിന് ശേഷം മാത്രം പൈസ വാങ്ങുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെയൊക്കെ മെച്ചമാവുമെന്ന് വിചാരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയും ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ആഭിചാരം എന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കും. എവിടെ നോക്കിയാൽ ആഭിചാരമാണ്. എന്നാൽ ജ്യോതിഷന്മാരുടെയും മന്ത്രവാദികളുടെയും പൂജാരികളുടെയും ഒക്കെ ഒരു തോപ്പ് ചീട്ടാണ് ആഭിചാരം. പല സ്ഥലത്തും ആഭിചാരം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ. തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തനായ ഒരു ആഭിചാര എടുക്കുന്ന ആള്, അദ്ദേഹം പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രശസ്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ആഭിചാരം എടുത്ത ഒരു കഥ കേട്ടത്, അദ്ദേഹം ആഭിചാരം എടുത്തപ്പോൾ പൂച്ചത്തലയും തകിടും മറ്റ് ആഭിചാര ഉദ്രവത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും അതിൽ കലശക്കുളത്തിലുണ്ടായിരുന്നു. ഒപ്പം ഒരു നാണയം ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തത് ആഭിചാരം എടുത്ത വർഷം എന്ന് പറയുന്നത് 2012 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം അതേ പറഞ്ഞിരുന്നു, 7 വർഷം മുമ്പ് ഇവിടെ കുഴിച്ചിട്ടതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആഭിചാരം എടുക്കുന്നത്. എന്നാൽ ആ നാണയം എടുത്തപ്പോൾ അദ്ദേഹം 2013 ആ ഒരു കാലഘട്ടത്തിൽ 2012 നാണയമാണ് ആഭിചാരം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ ആ ഒരു പൊള്ളത്തിൽ നമുക്ക് മനസ്സിലാകും. കാരണം 2012 നാണയത്തിൽ 7 വർഷം മുമ്പേ ആഭിചാരം ചെയ്ത് അത്രയ്ക്കും ത്രികാലജ്ഞാനികളായിരുന്നു ചിന്തിക്കേണ്ടത്. കാരണം 2012 ഇങ്ങനെ ഷേപ്പിൽ ഈ ഒരു വെള്ളി നാണയം ഉണ്ടാക്കുമെന്നും ഈ നാണയത്തിൽ കൂടപ്പുറം ചെയ്യാമെന്നും ചിന്തിക്കുന്ന വളരെ രസകരമായ കാര്യമാണ്. ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇതേ ആഭിചാര കർമ്മങ്ങൾ എടുക്കുന്ന ആള് എവിടെയോ ഒരു ക്ഷേത്രത്തിലോ എവിടെയോ ആഭിചാരം എടുത്തപ്പോൾ ഇതിലൊക്കെ കേട്ട കഥകളാണ് കേട്ടോ. ശരിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എവിടെയോ ഒരു ക്ഷേത്രത്തിലെ ആഭിചാരം എടുത്ത സമയത്ത് അദ്ദേഹം ആഭിചാരം എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ CCTV ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ക്ഷേത്രത്തിൽ CCTV ഉണ്ടായിരിക്കും. അങ്ങനെ അവിടെ CCTV ഉണ്ടായിരുന്നു. CCTVയിലെ ആഭിചാരം ഇടുന്നതും എടുക്കുന്നതൊക്കെ ദൃശ്യം പതിഞ്ഞു എന്നൊക്കെയാണ് കഥ. എന്തൊക്കെയാണ് വളരെ തെറ്റിദ്ധാരണ വരുന്നത് ഈ ആഭിചാരത്തിന്. നിങ്ങൾക്ക് സ്ഥിരമായി കേട്ട ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് കൂടോത്രം. എല്ലാവരും പറയും കൂടോത്രം ചെയ്തു, കൂടോത്രം ചെയ്യുന്നു, കൂടോത്രക്കാരൻ, മന്ത്രവാദി. ആ ഒരു വാക്കൊക്കെ സിനിമകളിലൂടെയൊക്കെ ഒരുപാട് ഇതിന് പ്രമോഷൻ കൊടുത്തു. പിന്നെ കൂടാതെ കുറേയധികം അല്പജ്ഞാനികളായ മന്ത്രവാദികളും അല്പജ്ഞാനികളായ ജ്യോതിഷന്മാർ ഇതിനൊത്തിരി പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടോത്രം ചെയ്തിട്ടുണ്ട്, ഇന്നാരും കൂടോത്രം ചെയ്തിട്ടുണ്ട്, ഇന്നാരും കൂടെ. എന്താണ് ഈ കൂടോത്രം എന്ന് പോലും അറിയാതെയാണ്. ഗൂഢമായ നിഗൂഢമായ തന്ത്രമാണ് ഗൂഢതന്ത്രം എന്നുള്ളതിന് ആൾക്കാർ പറഞ്ഞ് കൂടോത്രമായത്. ഗൂഢമായ തന്ത്രം, മിസ്റ്റിക് കാര്യങ്ങളല്ല, മിസ്റ്റിക് സയൻസ്, നിഗൂഢമായ ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. മാന്ത്രികം, ദ്രാവിഡ മാന്ത്രികം, പലവാരത്തിലുള്ള കർമ്മങ്ങൾ, അങ്ങനെ ഒരുപാട് മിസ്റ്റിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഉണ്ട്. അപ്പം അതിനുള്ളിൽ ഉള്ള നിഗൂഢമായ തന്ത്രം ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി
ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിഗൂഢമായ തന്ത്രങ്ങളെയാണ് നമ്മൾ കൂടോത്രം ഓനപ്പേരിട്ട് വിളിച്ച് വളരെ ഭയപ്പെടുത്തി. അത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഹിന്ദുക്കളെ മാത്രം കുറ്റം പറയേണ്ടത്. ഹിന്ദുക്കളിലെ മന്ത്രവാദികളും പൂജാരികളും കർമ്മികളും ജ്യോതിഷന്മാരും ഉണ്ട്. മറ്റു വിഭാഗത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ഉസ്താദുമാരും അവരുടെ ബാക്കിയുള്ള ആൾക്കാരുമൊക്കെ അങ്ങനെയുള്ള തങ്ങന്മാരുമൊക്കെ ഒരുപാട് ഇത് ചെയ്യുന്നവരുമുണ്ട്, എടുക്കുന്നവരൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരും മറ്റെല്ലാ വിഭാഗത്തിലുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇവരെ ഇതിൽ ചെയ്യുന്നു, എടുക്കുന്നു, പറയുന്നു, എടുക്കുന്നു, ആഭിചാരം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു. കൂടോത്രമാണെന്ന് പറയുന്നു. കൂടോത്രവും ക്ഷുദ്രവും ആഭിചാരവും ഒന്നാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഗൂഢമായി ഈ പറഞ്ഞ പ്രയോഗങ്ങളെല്ലാം മാന്ത്രികപരമായും താന്ത്രികപരമായും അല്ലെങ്കിൽ മലബാരപരമായും ഒക്കെയുള്ള ശക്തിപരമായിട്ടുള്ള കർമ്മങ്ങൾ, നിഗൂഢമായ തന്ത്രങ്ങൾ, ചില കാര്യങ്ങൾക്ക് വേണ്ടി തന്ത്രങ്ങൾ നൽകി നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് കൂടോത്രം എന്ന് പറയുന്നത്. ഗൂഢതന്ത്രത്തെ കൂടോത്രമാക്കി ചുരുക്കപ്പെടുത്തിക്കാം. പിന്നെ ഈ കൂടോത്രം കൊണ്ട് കൊല്ലാം, നശിപ്പിക്കാം, അവരെ കൊല്ലും, ഇവരെ കൊല്ലും, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന ഇവരൊരു പേടിപ്പീര് മാത്രമാണ്, ഭയപ്പെടുത്തി കാര്യം സാധിക്കുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പല ജ്യോതിഷന്മാരും പറഞ്ഞ പോലെ ഒരു മുട്ടയിൽ എല്ലാ മന്ത്രമൊക്കെ എഴുതി, കൂടോത്രമൊക്കെ എഴുതി, എല്ലാ കാര്യങ്ങളും എഴുതി, ചാട്ടമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു തരുടിൽ ഇട്ടിട്ട് പാകിസ്ഥാനിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ നിന്നിട്ട് ബോർഡറിൽ നിന്നിട്ട് പാകിസ്ഥാനിലേക്ക് ഇട്ടാൽ പോരെ, പാകിസ്ഥാനെ നശിച്ചു പോകത്തില്ലേ? ശരിയല്ല. ഒരു ചോദിക്കുന്ന കുറ്റം എന്ന് പറയാൻ പറ്റില്ല. കാരണം കൂടോത്രം ചെയ്തതിനെ നശിപ്പിച്ച് കളയും, ആഭിചാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും, കുറ്റം ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്ന ആൾക്കാരുണ്ട്. അത് ചില കൂടുതൽ സ്ത്രീകളൊക്കെയാണ് ഇത് വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം കൂടോത്രം എന്ന വാക്ക് നമ്മൾ പരമാവധി ഒഴിവാക്കുക. കൂടോത്രം എന്ന് പറഞ്ഞവർക്ക് നിഗൂഢമായ തന്ത്രങ്ങളെ ഗൂഢതന്ത്രം കൂടോത്രമായി ചുരുങ്ങിയതാണ്. അപ്പോൾ കൂടോത്രം എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യം. പിന്നെ ആഭിചാരം പണ്ട് കാലത്ത് പല മാന്ത്രികന്മാരും പല മന്ത്രവാദികളും കർമ്മികളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മമാണ് ആഭിചാരം എന്ന് പറയുന്നത്. അപ്പം ഈ ശത്രുദോഷം അല്ലെങ്കിൽ ദോഷം വരുത്തുന്ന, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ദോഷം വരുത്തുന്ന, ശത്രുത ഉണ്ടാകുമ്പോൾ ദോഷം വരുത്തുന്ന മാന്ത്രിക ക്രിയകളെയാണ് ആഭിചാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാന്ത്രിക ക്രിയയാണ് ആഭിചാരം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ശത്രുവിനെ ഉപദ്രവിക്കാനും അവരുടെ കർമ്മങ്ങൾ തടസ്സപ്പെടുത്താനും സാമ്പത്തികം ബുദ്ധിമുട്ടുണ്ടാക്കാനും രോഗദുരിതങ്ങളൊക്കെ വരുത്താനും അപകടത്തിൽപ്പെടുത്താനും കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാന്ത്രിക വിദ്യയാണ് ആഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവസഹായം ഇന്ന് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന മാന്ത്രികന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണത്തുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ ചുരുക്കമാണ്. കുറച്ച് ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവർക്കുണ്ട്, വളരെ കുറച്ച്. ശരിക്കും ഇതൊക്കെ ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ട് നടക്കൂല. ഞാൻ കൂടോത്രം ചെയ്യാം, അത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അവർ സൈലൻ്റായിട്ട് ഇരുന്നിട്ട് ചെയ്തു. ഈ നവമാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് ചെയ്യും, ഞാനത് ചെയ്ത് ഇന്നത് ഫലിക്കുന്നൊക്കെ പറയുന്ന ഒരുപാട് മാന്ത്രികന്മാർ, നവമാധ്യമ മാന്ത്രികന്മാർ ഒരുപാടുണ്ട്. അത് ചെയ്താൽ ഇത് നടക്കും, ഇത് ചെയ്താൽ ഇത് നടക്കും അങ്ങനെ അവരൊക്കെ പറയച്ചിലല്ലാതെ സേവനം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം പേപ്പറിലെ കൂലി അല്ലെങ്കിൽ പേപ്പറിൽ കാണുന്ന കാര്യങ്ങൾ, പേപ്പറിലെ കടുവയും പുലിയും സിംഹവും വേട്ടയാടുകയും ഇരപിടിക്കുകയും കടിക്കുകയും പിടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ കാണുന്നത് ഫലിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലോഹത്തകിടിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. പൂച്ചത്തല, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരൊക്കെ ആയിരിക്കും. പൂച്ചത്തല, കോഴിത്തല, ലോഹത്തകിട്, പിന്നെ തവള, ഓന്ത, പല്ലി, കോഴി, ഇതിൻ്റെയൊക്കെ തല, പിന്നെന്താ പറയുക, മുട്ടയിലൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചൊറിയൻ ചേനയൊക്കെ ഉണ്ടല്ലോ, കാട്ടുചേന പോലുള്ള ചേനകളിലൊക്കെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ലോഹത്തകിട് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ വിധികളും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, പ്രയോഗങ്ങളൊക്കെ ഉള്ളതായിട്ടും അറിയാം. ഇതൊക്കെയാണ് ഈ ആഭിചാരം ചെയ്യാനുള്ള ഉപാധികൾ. പൂച്ചരോഗം, പൂച്ചത്തല, തകിട്, ഗുരുതി, കോഴിത്തല, കോഴിച്ചോര, ആർത്തവരക്തം, ഇങ്ങനെ കുറേയധികം ഉപാധികളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും ഭയപ്പെടുത്താൻ വേണ്ടി ചുമ്മാ കുറേ ഇലയിൽ കുറേ ചെമ്പരത്തിപ്പൂവ്, തെറ്റിപ്പൂവും, കുറേ കോഴിച്ചോരയും ഒരു കോഴിത്തലയും കുറേ സാധനങ്ങളും കുറേ ഭസ്മവും അത് ഇതും ചാരവും അത് ഇതൊക്കെ വാരിയിട്ടിട്ട് കൂടെ തോന്നുന്ന ഭയപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ശരിക്കും യഥാർത്ഥമായ ആഭിചാരമൊക്കെ നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ കൈവിഷത്തേക്കാളും കൂടുതൽ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ആഭിചാരം ഏറ്റ വ്യക്തിക്ക്. ആഭിചാരം ഏറ്റ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോകും. ധനപരമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളും സ്വസ്ഥതയുണ്ടാകത്തില്ല. ഗൃഹത്തിൽ എന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലടി, കുട്ടികൾ തമ്മിലടി, എന്നും രോഗദുരിതങ്ങൾ,
കട്ടിൽ കിടന്ന് എഴുന്നേക്കാം. അപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള രോഗദുരിതങ്ങളെ, പ്രശ്നങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. കാരണം അന്ധവിശ്വാസം ഒരിക്കലും നല്ലതല്ല. കാണുന്നതെല്ലാം കൂടപ്പുറമാണെന്നോ ആചാരമാണെന്നോ ക്ഷുദ്രമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് കുറേയധികം പൈസകൾ മന്ത്രവാദികളെടുത്തും പൂജാരികളെടുത്തൊക്കെ നമ്മളിവിടെ കളയുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും കളയാതിരിക്കുക. ഒരിക്കലും ഒരാളെ കൊല്ലാനും നശിപ്പിക്കാനും ഒന്നും ഒരാൾ വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം കുറച്ചൊക്കെ ഇതിനകത്ത് സത്യമുണ്ടോ, ഇതിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പൂർണ്ണമായിട്ടും ഇതിനെ അന്ധമായി വിശ്വസിച്ച് മന്ത്രവാദി പറയുന്നത് കേട്ട് അവിടെ ആഭിചാരമുണ്ട് കുഴിച്ചു നോക്ക്. ഒരിക്കലും ഒരു പ്രാവശ്യം കേട്ട തിരുവനന്തപുരം ഭാഗത്തൂടെ ഒരു വീട്ടിൽ എത്രയോ സ്ക്വയർ ഫീറ്റ് വലിയ വീട്ടിൽ എവിടുന്നോ കൊണ്ടുവന്ന രാജസ്ഥാൻ മാർബിളോ എവിടുന്നോ കൊണ്ടുവന്ന വലിയ മാർബിളോ ഗ്രാനൈറ്റോ ഏതാണ്ട് കൊണ്ടിട്ടിട്ട് ഏതാണ്ട് 10-35 ലക്ഷം രൂപ വിലയുള്ള അല്ലെങ്കിൽ 40 ലക്ഷം രൂപ വലിയ വീട്ടിൽ 10 വർഷമായിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. മാന്ത്രികൻ അല്ലെങ്കിൽ കർമ്മി വന്നപ്പോൾ അയാൾ പറഞ്ഞ കൂടപ്പുറമുണ്ട്. ആ ടൈലിന് നടുക്ക് സെൻറ്ററിൽ വീടിൻ്റെ സെൻറ്ററിൽ കുഴിക്കണം എന്ന് പറഞ്ഞു. ആ ടൈല് പൊട്ടിച്ച്, വളരെ വിലയേറിയ ടൈല് പൊട്ടിച്ച് ആഭിചാരം എടുത്തു എന്നാണ് പറയുക. അത്രയും വർഷമായപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു ആ വീട്ടിൽ താമസിച്ചിട്ട്. ഈ ആഭിചാരം കിടക്കുകയായിരുന്നു. കാരണം അയാൾ വീട് വെച്ചപ്പോഴാണ് ഈ ടൈല് വെച്ചത്. അപ്പം അന്ന് പോലെ ആഭിചാരം ഉണ്ടല്ലോ, പിന്നീട് കൊണ്ട് കുഴിച്ചിടാൻ പറ്റൂലല്ലോ. അപ്പം പറയുന്നൊരു യുക്തിയില്ല. 10 വർഷമായിട്ട് ഇത് എഫക്ട് ചെയ്തില്ല, 11ാമത്തെ വർഷമായിട്ട് എഫക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? അപ്പം അതിനകത്ത് ന്യായമില്ല. യുക്തിക്ക് നടക്കാത്ത കാര്യം ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഏത് മാന്ത്രികൻ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുക. ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ഏജിലാണ് ജീവിക്കുന്നത്, കമ്പ്യൂട്ടർ യുഗത്തിലാണ് ജീവിക്കുന്നത്, ചിന്താശക്തിയുള്ള ആൾക്കാരാണ്. മമ്മൂട്ടി പറഞ്ഞത് ഭ്രമയുഗമാണ്. ഇവരുടെ ഭ്രമം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് ഇതിനെ വരും. പല ആൾക്കാരും മന്ത്രവാദികളുടെയും കൂടപ്പുറക്കാരുടെയും ഗൂഢതന്ത്രക്കാരെ ക്ഷമിക്കുക ആഭിചാരക്കാരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് അവർ പൈസ വാങ്ങാൻ വേണ്ടി അത് ചെയ്തുകളെ, ഇത് ചെയ്തുകളെ, തട്ടിക്കളയാം, മുട്ടിക്കളയാം, തളർത്തിക്കളയാന്നൊക്കെ പറയും എന്ന് പറഞ്ഞാലും ഇതിന് വലിയ യുക്തി എപ്പോഴും ജെനുവിനിറ്റി വേണം. എനിക്കൊരാൾക്ക് എന്തെങ്കിലും പ്രയോഗിക്കണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ച ഒരാളാണെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഉപദ്രവിക്കാനുള്ള ജെനുവിനിറ്റി ഉള്ളൂ. അപ്പോൾ എന്നെ ഒന്നും ചെയ്യാതെ പല കർമ്മങ്ങളും, പക്ഷിദുർഗ പോലെയുള്ള കർമ്മങ്ങളൊക്കെ ശത്രു ആഭിചാര ദോഷങ്ങളൊക്കെ ചെയ്തവർക്കെതിരെ ചെയ്യുന്ന പക്ഷിദുർഗ എന്നൊരു കർമ്മമൊക്കെ ഉണ്ട്. ആ കർമ്മമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കെതിരെ ആഭിചാരമോ അതേപോലെയുള്ള എന്തെങ്കിലും ക്ഷുദ്രമോ എന്തെങ്കിലും ഈ പറഞ്ഞ ഗൂഢതന്ത്രങ്ങൾ എന്തെങ്കിലും ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടി കിട്ടുമെന്നാണ് പറയപ്പെടുക. കർമ്മം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തിരിച്ചടി കിട്ടുക ദേവതയാണ് തീരുമാനിക്കുക, പക്ഷിദുർഗയ്ക്ക് അതൊക്കെ അങ്ങനെ വിധിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അവരെനിക്കെതിരെ ആഭിചാരം ചെയ്യണം, എന്നെ ഉപദ്രവിക്കണം. എന്നെ ഉപദ്രവിച്ച ആളിന് മാത്രമേ ഞാൻ എനിക്ക് ചെയ്താൽ തിരിച്ചടി കൊടുക്കാൻ പറ്റും. അല്ലാതെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി, ഒരാളുടെ കുടുംബ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, ഒരാളുടെ കച്ചവടം നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്താൽ എപ്പോഴും ചിന്തിക്കുക, ദുഷ്കർമ്മങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും. ഏത് ദുഷ്കർമ്മമാണെങ്കിലും ഒരാളെ നശിപ്പിക്കാനോ ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ എന്ത് കർമ്മം ചെയ്താലും അതിന് തിരിച്ചടി ഉണ്ട്. 100% ഉറപ്പാണ്. ഒരു മാറ്റവും ഞാൻ ചെയ്താലുണ്ട്, നിങ്ങൾ ചെയ്താലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ വിചാരിക്കാറില്ല. കാരണം ഏത് പ്രകൃതി നിയമങ്ങൾക്കെതിരായിട്ട് എന്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഒരാളെ നശിപ്പിക്കാൻ ചെയ്താലും 100% മുകളിൽ ശക്തിയുണ്ട്. ആ ശക്തി 100% തിരിച്ചടി തരും. അത് പണ്ടത്തെ പോലെ വലിയ താമസമൊന്നുമില്ല. പിന്നെ പരമ്പരകൾക്ക്, തലമുറകൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ദോഷം കിട്ടുക. നമ്മുടെ കുട്ടികളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇതിന് അനുഭവിക്കാൻ ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും എന്ന് ചിന്തിക്കുക. അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഒന്നിനെയും അന്ധമായി വിശ്വസിക്കരുത്. നല്ല വിശ്വാസങ്ങൾ നല്ലതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാന്ത്രികവും ജ്യോതിഷവും ഒക്കെ പ്രയോഗിക്കുക. നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക. നല്ല നല്ല ആൾക്കാർക്ക് വേണ്ടി ചെയ്യുക. ഒരുപാട് ഇപ്പം ഞങ്ങൾ കൊല്ലത്ത് വർക്കല എന്ന സ്ഥലത്തൊരു കർമ്മം പോയി കണ്ട സമയത്ത് ആള് തളർന്നു കിടക്കുകയാണ്. 30-35 വയസ്സുള്ള കുട്ടിയാണ്, തളർന്നു പോയി. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഹീൽ ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് പൂജ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കൊന്ന് റിസൾട്ട് ഉണ്ടായിക്കൊടുത്തോ അവരെ നടത്താൻ സാധിച്ചാൽ, തളർന്നു കിടക്കുന്നവരാണ് നടത്താൻ സാധിച്ചാൽ ഒരു വലിയൊരു കർമ്മമാണ്. അവിടെ പണമല്ല കാര്യം. അവരെ ആ ഒരു പ്രായത്തിലൊന്ന് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ അതൊക്കെയാണ് വലിയ പുണ്യമാണ്. അല്ലാതെ ചുമ്മാതെ ഈ പറഞ്ഞ മാന്ത്രികന്മാർ പറഞ്ഞ അത് ചെയ്തുകളെ, ഇത് ചെയ്തുകളെ, ബോംബ് പൊട്ടിക്കുക, മറ്റേ കാരണം ചുമ്മാ ഈ ഗിമ്മിക്കടിച്ച് കുറേ തള്ളിയിട്ട് ന്യൂജൻ ഭാഷ പറഞ്ഞ തള്ള് മറിക്കാതെ കാര്യമായ കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ വിദ്യകൾ, പഠിച്ച വിദ്യകൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നത് മേഖലയാണ് മാന്ത്രികം. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ആ മേഖലയിൽ നിന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഗൂഢതന്ത്രമായ ഗൂഢതന്ത്രത്തിൻ്റെ പുറകെ പോകാതെ, ആഭിചാരത്തിൻ്റെ പുറകെ പോകാതെ നന്മ ചെയ്യാൻ വിളിക്കുക. എല്ലാവർക്കും നന്മ ചെയ്യുക. നന്മ ചെയ്താൽ ഈവാൻ ചെയ്യിക്കണം, അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ട് നന്മ കിട്ടും. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ, നന്മ ഉണ്ടാവട്ടെ. ഇനി വരുന്ന പുതിയ വീഡിയോകളിൽ ക്ഷുദ്രം പോലെയുള്ള വലിയ വലിയ കർമ്മങ്ങളെ പറ്റി, മാരണം പോലെയുള്ള വലിയ വലിയ കർമ്മങ്ങളെ പറ്റി, ഉച്ചാടനം, നാവടക്കം പോലെയുള്ള കർമ്മങ്ങളെ പറ്റി പ്രതിപാദിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നതും കേട്ടതുമായ കാര്യങ്ങളാണ് പറയുന്നത്. ചെയ്ത കാര്യങ്ങളൊക്കെ കുറേയധികം അതിനകത്ത് കയറി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാൻ ഇവിടെ വാങ്ങുന്നു. നമസ്കാരം.